2 മാസത്തിനുള്ളിൽ ഇന്ത്യൻ എക്കോണമിയുടെ സ്ഥിതി നമ്മൾക്ക് നേരിട്ടറിയാൻ സാധിക്കും. ഒന്നാമത്, ഇന്ത്യൻ എക്കോണമി ഈ പറയുന്ന രീതിയിൽ നല്ലപോലല്ല മുന്നോട്ട് പോകുന്നത്. പല രീതിയിലും നമ്മൾ ഓട്ടോമൊബൈൽസ്, അതായത് കാറിൻ്റെ സെയിൽസ് എടുക്കുക, കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും മോശമായ രീതിയിലാണ് കാറിൻ്റെ സെയിൽസ് പോകുക. കാറിൻ്റെ സെയിൽസ് അനുസരിച്ച് നമുക്ക് എക്കോണമിയുടെ അത് ഗ്രോത്ത് ഉണ്ടോ ഗ്രോത്ത് ഇല്ലയോ എന്നുള്ള ഏകദേശ ധാരണ കിട്ടും. കാരണം ബൈങ് പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് കാർ വാങ്ങുന്നത്. അപ്പോൾ കാറിൻ്റെ സെയിൽസ് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്യുമ്പോൾ ആ സെക്ടറിൽ വലിയതായിട്ടും മ്ലാനത ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ പറയുന്ന ഇന്ത്യയിൽ വരാൻ പോകുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അത് ഈ പറയുന്ന അമേരിക്കയുടെ ഈ ടാരിഫ് വന്നു കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചാവും. ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യൻ ബിസിനസ്സിലും ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിലൊക്കെ വലിയ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയും, ഭയങ്കരമായിട്ട് കയറിയടിക്കും. നിങ്ങൾ കാണാൻ പോവുകയാണ് 3-4 ദിവസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഫർദർ ഫ്ലോ ആണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് മനസ്സിലാക്കുക, ഫാർമ സെക്ടർ, അതേപോലെ നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ ബാധിക്കുക, IT സെക്ടർ. കാരണം ഇത്രമാത്രം കമ്പനികൾ അമേരിക്കയുമായിട്ട് ട്രേഡ് നടത്തുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന IT സെക്ടർ, അതായത് ബ്ലഡ് ബാത്ത് തന്നെ സംഭവിക്കും.